ഹായ്, ഐ ആം ഡോക്ടർ മുസമ്മിൽ, ആയുർ സിഹ ഹോസ്പിറ്റൽ. ഒക്ടോബർ 29 വേൾഡ് സ്ട്രോക്ക് ഡേ ആണ്. അപ്പൊ അതിനോടനുബന്ധിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ആയുർ സിഹ ഹോസ്പിറ്റലിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷഹീൻ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്കപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാം. ഡോക്ടറെ, സ്ട്രോക്ക് നേരത്തെ പ്രായമായ ആളുകളിലാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ യുവാക്കളിലും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. എന്താണ് അതിന്റെ ഒരു കാരണം? സ്ട്രോക്ക് ഇന്നൊരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ യുവാക്കളിൽ ഇന്ന് ഒരുപാട് സ്ട്രോക്ക് കാണാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ, ഒന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈലും, മറ്റൊന്ന് മാനസിക സമ്മർദ്ദമാണ്. മാനസിക സമ്മർദ്ദം എന്ന് പറയുമ്പോൾ യുവാക്കളിൽ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള സമ്മർദ്ദം, രണ്ട് അവരുടെ ഉറക്കക്കുറവ്. പലരും രാത്രി ഉറങ്ങുന്നില്ല. ഗാഡ്ജറ്റ്സിന്റെ ധാരാളമായിട്ടുള്ള ഉപയോഗം മൂലം രാത്രി വൈകി ഉറങ്ങുക, പിന്നെ ഫാസ്റ്റ് ഫുഡിന്റെ അമിതമായ ഉപയോഗം. ഇന്ന് നമ്മുടെ തെരുവുകൾ 2 മണിക്കും 3 മണിക്കും ലൈവാണ്. യുവാക്കൾ ആ സമയത്ത് ഭക്ഷണം കഴിക്കുകയാണ്. പിന്നെ പുകവലി, മദ്യപാനം. അപ്പോൾ അങ്ങനെ ഈ ഒരു ലൈഫ് സ്റ്റൈലും അമിതമായിട്ടുള്ള സമ്മർദ്ദവും കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് ഇന്ന് യുവാക്കളിൽ സ്ട്രോക്ക് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പോൾ നമ്മളൊരു പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ സ്ട്രെസ് ഫാക്ടറൊക്കെ വരുമ്പോൾ, എന്തെങ്കിലും ഇഷ്യൂസ്, മെൻ്റൽ ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ പ്രോപ്പർ കൺസൾട്ടേഷൻ നടത്തിയിട്ട് സ്ട്രെസ് കുറയ്ക്കാനുള്ളതൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് യുവാക്കളിൽ ഈ ഒരു ഇത് കുറയ്ക്കാൻ പറ്റാവുന്നതാണ് സ്ട്രോക്കിൻ്റെ. സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ടൈം ഈസ് ബ്രെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളെ നമുക്ക് എളുപ്പത്തിനായിട്ട് ഫാസ്റ്റ് എന്നൊരു കോഡ് ഉപയോഗിക്കാം. എഫ് എന്നുള്ളത് ഫേസ്, എ ഫോർ ആം, ആൻഡ് എസ് ഫോർ സ്പീച്ച്, ആൻഡ് ടി ഫോർ ടൈം ആക്ച്വലി. സോ ഈ ഫേസിന്റെ ഒരു ഭാഗം കൂടുക, കയ്യിനൊരു തരം വീക്ക്നെസ് അനുഭവപ്പെടുക, സ്പീച്ചിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഉടനടി, അതാണ് ടൈം, വിത്തിൻ അവേഴ്സ്, ആക്ച്വലി ഒരു 3 to 4 hours കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് സ്ട്രോക്ക് റിക്കവറി വളരെ എളുപ്പത്തിൽ പോസിബിൾ ആണ്. ത്രോംബോലൈസിസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധമുള്ള സ്ട്രോക്കിനൊക്കെ നമുക്ക് റിക്കവറി ഫാസ്റ്റായിട്ട് ഇതാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ FASTയുടെ T എന്നുള്ള ടൈമാണ് വളരെ എളുപ്പം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. ഒരു സ്ട്രോക്ക് പേഷ്യന്റിന് സ്പീഡ് റിക്കവറി എങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? ശരിക്കും പലരുടെയും ധാരണ ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ആ പേഷ്യൻ്റ് പിന്നെ ബെഡ് റിഡൺ ആയിട്ടോ അല്ലെങ്കിൽ വീൽ ചെയർ ബൗണ്ടഡ് ആയിട്ടോ കാലാകാലം കഴിയണം എന്നുള്ളതാണ് പലരുടെയും ധാരണ. പക്ഷെ കറക്റ്റായിട്ട് ആ ICU മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആ മെഡിക്കൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ, കറക്റ്റ് റീഹാബ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രോക്ക് പേഷ്യൻറ്റിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സ്ട്രോക്ക് വന്നിട്ട് ആദ്യത്തെ ഒരു 3 മാസം ആക്ച്വലി സ്പീഡി റിക്കവറിക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള റീഹാബ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്ക് പേഷ്യൻറ്റിനെ തിരിച്ച് ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കൊണ്ടുവരാൻ പറ്റാവുന്നതാണ്. നമ്മൾ ആയുർ സിഹ ഹോസ്പിറ്റലിൽ ആയുർവേദവും ഫിസിയോതെറാപ്പി, ഒക്യുപ്പേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി ഇവയെല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു റീഹാബാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആയുർവേദത്തിൻ്റെ പഞ്ചകർമ്മ ചികിത്സ വഴി നമുക്ക് ഞരമ്പുകളെ, നാഡികളെയും ബ്രെയിനിനെ ഉത്തേജിപ്പിക്കാനും അതോടൊപ്പം തന്നെ നമുക്ക് ഉള്ളിലേക്കുള്ള മെഡിസിൻസ് കഴിച്ച് അതിൻ്റെ ഒപ്പം തന്നെ പലർക്കും സ്പീച്ച് ഇഷ്യൂ ഉണ്ടാവും. അവർക്ക് സ്പീച്ച് തെറാപ്പി കൊടുക്കുന്നു, ഒക്യുപ്പേഷണൽ തെറാപ്പി കൊടുക്കുന്നു, ഫിസിയോതെറാപ്പി കൊടുക്കുന്നു. ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ വളരെ നല്ലൊരു റിസൾട്ട് നമുക്ക് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 3 മാസവും വിത്തിൻ 2 years, 18 months എന്ന് പറയുന്ന പോലെ ആ ഒരു 1.5 to 2 വർഷം എന്നുള്ളത് സ്ട്രോക്ക് പേഷ്യൻറ്റിൻ്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ സ്ട്രോക്ക് വന്ന ഒരാൾക്ക് നോർമൽ ലൈഫ് പോസിബിൾ ആണോ? തീർച്ചയായിട്ടും. സ്ട്രോക്ക് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അവസാനമൊന്നുമല്ല. ഒരു സ്ട്രോക്ക് രോഗിയെ ശരിയായ ചികിത്സ, ന്യൂറോ റീഹാബിലിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളുമുണ്ട് കൂടെ.